എല്ലാവർക്കും മക്ക ക്രിയേഷനിലേക്ക് സ്വാഗതം. ഞാൻ മാളു, ഇത് രഹന, ഇത് റോബി, ഇത് നോറ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ജിതിൻ ലാൽ സംവിധാനം ചെയ്യുന്ന ടോവിനോ ഹീറോ ആയിട്ട് വരുന്ന കുറെ നാൾ മുമ്പ് ടീസർ വന്നിട്ട് നമ്മളിത് ഇപ്പൊ ഇറങ്ങും എന്ന് പറഞ്ഞ് കാത്തിരുന്ന ARM അജയന്റെ രണ്ടാം മോഷണം. ഈ ഷെട്ടിയാണ് ഇതിനകത്ത് ഹീറോയിനായിട്ട് വരുന്നത്. നമുക്കത് കണ്ടു നോക്കിയാലോ. ക്രിസ്ത്യൻ സീസൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ഇതിലാണ് വരുന്നത്. ഒന്ന് കണ്ടു നോക്കിയാലോ. നോറേ പെണ്ണെ ഇത് വേണം. ഓക്കെ ആകാശത്തു നിന്നും നക്ഷത്രക്കല്ല്, കാറ്റിനെക്കാളും വേഗത്തിൽ മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മളെ ഈ ഹരിപുരത്ത് വടക്ക് ഹരിപുരം ഭാഗത്ത് ഒരു കളിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കണ്ണനെ കുറിച്ച് പറഞ്ഞു. നാടുപറ്റും കട്ടുമുറിച്ച് നടക്കുന്നവരെ കൂടി തലയുറപ്പിച്ച് നടക്കാൻ പറ്റാണ്ടായി. നാല് ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും. കൊള്ളിട്ടായാലും മതിയില്ല. ഇങ്ങോട്ട് വെക്കണം. വണ്ടി പണിയെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളൂ. ഫ്ലാഷ് ബാക്ക് ആണെന്ന് തോന്നുന്നു. മൂല്യം ഉണ്ടായിന്. നിന്നെ പോലെ എന്റെ ആകാശവും മണ്ണെല്ലാം നീയാ. 3 ജനറേഷൻ. കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാ ഫലം. മറ്റന്നാൾ ഓർക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കളയാം. രാജാവിന്റെ ചതുരന്റെ പലകയില് കുത്തിയില്ലാതെ കുറെ ചാവേറുകളുണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് നീ. രാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് എന്റെ ചോരന്റെ കുളം കൊണ്ടാണ്. എന്റെ മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജയൻ പോയിട്ടുള്ളൂ. മണിയെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ചെയ്യാതിക്കാവില്ല. എന്നാ പറ പോലീസിനെ, കള്ളനാന്നോ പോലീസാന്നോ ആദ്യം ഉണ്ടായത്? 3D ഓണം. അപ്പൊ ഓണത്തിന് വരുന്ന ഒരു പടം കൂടിയായി അല്ലേ? എനിക്കൊന്ന് 3 ജനറേഷൻ എന്നാ കാണിച്ചേ. അപ്പം 3 റോൾ ഉണ്ടെന്ന് തോന്നുന്നു ടോവിനോടെ. അപ്പൂപ്പൻ, മോൻ അത് തോന്നുന്നു. പിന്നെ എനിക്കൊരു എന്നാ സിനിമാറ്റോഗ്രാഫി ഒക്കെ സൂപ്പർ. ഒരു വൈബ് അടിക്കുന്നുണ്ട്. അത് ഈ മോഷണം കള്ളം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു പടം അതാണല്ലോ. പിന്നെ ഇതിന്റെ മറ്റേ സിനിമാറ്റോഗ്രാഫി ഒക്കെ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതുവരെ കാണാത്ത ടോവിനോയുടെ ഒരു ക്യാരക്ടർ നമ്മളത് കാണാം. ഒരു ലുക്ക്, ഫൈറ്റിംഗ് ഒക്കെ ആണല്ലോ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഹെവി ഫൈറ്റ് അല്ലേ? ഫൈറ്റ് അത് എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് പിന്നെ മറ്റേ കളരി ഈ പുള്ളിക്കാരൻ കുറെ നാളും ഇൻസ്റ്റാഗ്രാമിലെ കുറെ പോസ്റ്റ് ഇട്ടായിരുന്നു. പുള്ളി കുറെ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അത് ഇതിന്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ പണ്ടത്തെ സ്റ്റൈലിലല്ല, ഒരു ഫൈറ്റിങ്ങും എല്ലാം പിന്നെ ഓരോരോ പടം വ്യത്യസ്തമായി വന്നോണ്ടിരിക്കുകയാണ്. കോമഡി റോളൊന്നും അല്ല, എന്തോ ഒരു ഭയങ്കര സീരിയസ് ക്യാരക്ടർ ആണ്. പിന്നെ മറ്റേ സുരഭി ഹീറോയിൻ അവളാണോ? അല്ല, എനിക്കൊന്ന് ഒരു ഹീറോയിൻ പണ്ടത്തെ അപ്പൂപ്പന്റെ തോന്നുന്നു. പക്ഷെ ഇത് ശരിക്കും ഇപ്പൊ സർപ്രൈസ്, ശരിക്കും ഇത് 6 മണിക്കാണ്ട് വരുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എനിക്കൊന്ന് ഇപ്പം നടക്കുന്ന കുറെ പ്രശ്നങ്ങൾ കാരണമാണ് ഈ സാധനം വരാൻ ലേറ്റ് ആയതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ സാധനം വന്നിട്ട് അധികം നേരം ആയിട്ടില്ല. എന്തായാലും സാധനം കൊള്ളാം അല്ലേ?
ഓണത്തിന് പറ്റിയ നമുക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു മൂവിയാ. അതെ 3D. ആ 3D ആണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പം കണ്ടത് ARM അജയന്റെ 2ാം മോഷണം. അപ്പൊ അജയന്റെ 2ാം മോഷണം എന്ന് പറയാൻ അതെന്തോ പ്രത്യേക മോഷണമാണെന്ന് തോന്നുന്നു. ഞങ്ങക്ക് പനി, അതാണ് ഈ പ്രശ്നം മൊത്തം. ഇവിടെ പ്രശ്നം മൊത്തം അതാണ്, പനിക്കാരിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ARMന്റെ ഒഫീഷ്യൽ ട്രെയിലർ ആയിരുന്നു. ഏതൊക്കെ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ പടം കണ്ടിട്ട് അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതെ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ബൈ.